ഇംഗ്ലണ്ടിനെതിരായ 4-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ രൂക്ഷമായി വിമർശിച്ച് മുൻ പരിശീലകൻ രവി ശാസ്ത്രി. 3-ാം ദിനം സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ട് 67-ാം ഓവർ വരെ പന്തെറിയിക്കാതിരുന്നതാണ് രവി ശാസ്ത്രിയെ ചൊടിപ്പിച്ചത്. പിന്നീട് പന്തെറിയാനെത്തിയ സുന്ദർ ഒല്ലി പോപ്പിനെയും ഹാരി ബ്രൂക്കിനെയും പുറത്താക്കി ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിൽ 4 വിക്കറ്റ് എടുത്ത ബൗളറാണ് സുന്ദർ. എന്നിട്ടും അവനെ ഈ ടെസ്റ്റിൽ പന്തെറിയാൻ വിളിക്കുന്നത് 67-69 ഓവറുകളിലാണ്. ആ കളിക്കാരന് എന്താണ് പറയാനാവുക? കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ 4 വിക്കറ്റ് എടുത്ത ബൗളറാണ്. അതുകൊണ്ട് എന്നെയും മുൻനിര ബൗളറായി പരിഗണിച്ച് 30-35 ഓവറൊക്കെ ആകുമ്പോൾ പന്തെറിയാൻ തരണമെന്ന് പറയാനാകില്ലല്ലോ. 69-ാം ഓവറിന് ശേഷം കൊണ്ടുവന്നിട്ടും അവൻ 2 വിക്കറ്റ് എടുത്തു. ശുഭ്മാൻ ഗില്ലിന്റെ തന്ത്രപരമായ പിഴവായിരുന്നു അത്. അതുപോലെ ആദ്യ ടെസ്റ്റ് കളിക്കുന്ന അൻഷുൽ കംബോജിന് പകരം 2-ാം ദിവസം ബുംറയ്ക്കൊപ്പം ന്യൂ ബോൾ എറിയേണ്ടിയിരുന്നത് മുഹമ്മദ് സിറാജ് ആയിരുന്നു. കംബോജിനെ അനായാസം നേരിടാനായതോടെ ഇംഗ്ലണ്ട് ഓപ്പണർമാരുടെ സമ്മർദ്ദം കുറഞ്ഞു. അതുപോലെ ഇന്നലെ ഇംഗ്ലണ്ട് ബാറ്റർമാർക്കെതിരെ പ്രയോഗിച്ച ഷോർട്ട് ബോൾ തന്ത്രം 3-ാം ദിവസം തന്നെ പരീക്ഷിക്കേണ്ടതായിരുന്നു. എങ്കിൽ കൂടുതൽ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞേനെ. 24 മണിക്കൂറെങ്കിലും വൈകിയാണ് ഇന്ത്യ ഒടുവിൽ ഷോർട്ട് ബോൾ തന്ത്രം പയറ്റാൻ നോക്കിയത്. കുറെ മത്സരങ്ങളിൽ കളിക്കുമ്പോൾ ഗില്ലിന്റെ ക്യാപ്റ്റൻസി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ഈ ഘട്ടത്തിൽ കോച്ച് ഗൗതം ഗംഭീറും സീനിയർ താരങ്ങളും ഗില്ലിനെ സഹായിക്കാൻ തയ്യാറാവണമെന്നും ശാസ്ത്രി പറഞ്ഞു. ടീമിലെ സീനിയർ താരങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ ഗില്ലിനെ കൂടുതൽ സഹായിക്കാനാവുക. അവർ ഫീൽഡ് പ്ലേസ്മെന്റുകളൊക്കെ ചെയ്യാൻ തയ്യാറാവണം. ടീമിലെ സീനിയർ ബൗളർമാരും അത് ചെയ്യണം. തങ്ങൾക്ക് വേണ്ട ഫീൽഡ് ഒരുക്കാൻ അവർ മുന്നോട്ട് വരണം. എല്ലാ കാര്യങ്ങളും ക്യാപ്റ്റൻ പറയാതെ ഞാനിത് പരീക്ഷിക്കാൻ പോവുകയാണ്, എന്താണ് ക്യാപ്റ്റന്റെ അഭിപ്രായമെന്ന് അവർ ചോദിക്കണം. 50-60 ടെസ്റ്റുകൾ കളിച്ചവർ തന്നെ അതിന് തയ്യാറായി മുന്നോട്ട് വരണമെന്നും ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് അതാണ് ചെയ്യുന്നത് എന്നും രവിശാസ്ത്രി പറഞ്ഞു.